Hello dear students, all of you, welcome to this video. In this video we deal with meaning and different types of companies. So first of all we are moving to the meaning of companies. So this is the definition which is given by the Companies Act 2013, Corporate Regulations, that is the paper, and we are learning Companies Act 2013. So this definition is given by the Indian Companies Act 2013, Section 2, subsection 20. What is the definition? A company means a company incorporated under this act or under any previous company law. That is the definition. Means നമുക്കറിയാം കമ്പനീസ് ആക്ട് 2013, ദറ്റ് ഈസ് ദ കറൻറ്റ് കമ്പനീസ് ആക്ട്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് കമ്പനീസ് ആക്ട് 1956 ആണ്. ഫ്രം 1850 ഓൺവേർഡ്സ് വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് കോർപ്പറേറ്റ് റെഗുലേഷൻസ് ഓർ കമ്പനീസ് ആക്ട് അല്ലേ. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസിനെ നമ്മൾ എന്ത് പറയും? കമ്പനി എന്ന് പറയും. So this definition is not comprehensive and different authorities provided different definitions for companies. ഇപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് we can say a company is an incorporated association which is an artificial person created by law and that is having separate legal entity with a perpetual succession and a common seal. In a company there will be large number of shareholders. These shareholders are contributing their money as capital to the business. അങ്ങനെ ഷെയർഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ എന്താ പറയുക, ഷെയർസ് എന്ന് പറയുക. അങ്ങനെ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ക്യാപിറ്റലാണ് കമ്പനീൻ്റെ ക്യാപിറ്റൽ. ആൻഡ് ദ കമ്പനി ഈസ് റണ്ണിങ് വിത്ത് ദാറ്റ് ക്യാപിറ്റൽ ഫോർ മേക്കിംഗ് സം profit. Okay, so a company is a corporate body comprising large number of persons with greater capital and engaged in more extensive enterprise and trading under a title not disclosing the names of individuals. അപ്പോൾ ഇന്ത്യ മൊത്തം വേണമെങ്കിൽ എന്തുണ്ടാകാം? ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകാം. ഈ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി മാനേജ് ചെയ്യുന്നത്. കമ്പനി എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ. മെമ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ആൻഡ് കമ്പനീൻ്റെ ഐഡൻറ്റിറ്റി രണ്ടും രണ്ട് തന്നെയാണ്. കമ്പനി ഈസ് ഡീലിംഗ് വിത്ത് ഔട്ട്സൈഡേഴ്സ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം അല്ലേ. അത്രയാണ് കമ്പനീൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഡെഫിനിഷൻ ദാറ്റ് യു ഹാവ് ടു ലേൺ ആൻഡ് ബൈ ഹാർട്ട് ഫോർ യുവർ എക്സാമിനേഷൻ പർപ്പസ്. Now we will discuss what are the features or characteristics of a company. Then you will be very much clear about what is meant by a company, right? So that is clear now. Company, definition of company, features of a company, features or characteristics എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേതാണ് the following are the features of a joint stock company. First one is incorporated association. Incorporated association എന്ന് പറഞ്ഞാൽ എന്താണ്? Every company comes into existence by incorporation under the Companies Act. മീൻസ് ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ കഴിയുമ്പോഴാണ് കമ്പനിയായിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കമ്പനിയായിട്ട് നിലവിൽ വരുന്നത്. മീൻസ് രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി, necessary, absolutely necessary for the formation of a company. Means that is a registered body of persons. Second thing is a company is a legal person. We know that company is having separate legal identity, that is a separate legal entity. എന്ന് പറഞ്ഞാൽ എന്താണ്? A company has a separate legal identity, that is an artificial person. കമ്പനി ഈസ് എ പേഴ്സൺ, നാച്ചുറൽ പേഴ്സൺ അല്ല നമ്മളെപ്പോലെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എങ്ങനെയാണ് അത് വരുന്നത്? എങ്ങനെയാണ് അത് നിലവിൽ വരുന്നത്? ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ഇറ്റ് ഈസ് എ ലീഗൽ പേഴ്സൺ ഇൻ ദ ഐസ് ഓഫ് ലോ. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺസ് ഹു ഫോം ഇറ്റ്. കമ്പനീസ് ഫോം ചെയ്യുന്ന ആൾക്കാരും കമ്പനിയും രണ്ട് സെപ്പറേറ്റ് പേഴ്സണാലിറ്റീസാണ് അല്ലേ. കമ്പനി ഈസ് നോട്ട് എ natural person, but it is like a natural person but have no physical existence. It exists only in the eyes of law.
That is a separate legal person. Third thing is perpetual succession. A company has perpetual succession and is independent of the life of its members. Perpetual succession എന്ന് പറഞ്ഞാൽ എന്താണ്? Its existence is not affected in any way by the death, insolvency of any shareholder. ഇപ്പോൾ ഒരു 100 ആൾക്കാർ കൂടിയിട്ടൊരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ ആ 100 മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് അവർ മരിക്കുക, അവർ റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാൾ റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരാൾ ഇൻസോൾവെൻ്റ് ആയി പോകുക, വാട്ട് എവർ മേ ബി ഹാപ്പനിങ് ടു ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി, ദാറ്റ് ഈസ് നോട്ട് എഫക്റ്റിംഗ് ദ ലൈഫ് ഓഫ് ദി കമ്പനി. മനസ്സിലായോ? ദ എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി members, the life of the members. There is a commentary for the justification of the perpetual succession of a company. During the war, all the members of one private company, while in a general meeting, were killed by a bomb. മനസ്സിലായല്ലോ? പ്രൈവറ്റ് കമ്പനീൻ്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ദ ഷെയർ ഹോൾഡേഴ്സ്, ദ മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓൾ ഓഫ് ദം were killed by a bomb blast. അങ്ങനെയാണ് എങ്കിലും ബട്ട് ദ കമ്പനി സർവൈവ്ഡ്. നോട്ട് ഈവൻ ബൈ എ ഹൈഡ്രജൻ ബോംബ് കുഡ് ഹാവ് ഡിസ്ട്രോയ്ഡ് ഇറ്റ്. റൈറ്റ്? ഇറ്റ് ഈസ് റിമാർക്ക്ഡ് ദാറ്റ് മെമ്പേഴ്സ് മേ കം, മെമ്പേഴ്സ് മേ ഗോ, ബട്ട് ദ കമ്പനി ഗോസ് ഓൺ അണ്ടിൽ ഇറ്റ് ഈസ് ബൗണ്ട് അപ്പ് അക്കോർഡിംഗ് ടു ലോ. Perpetual succession lends stability and long life to a company as compared to other forms of business organizations. മനസ്സിലായല്ലോ? മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ ബട്ട് ദ കമ്പനി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. മീൻസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദി കമ്പനി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഓൺലി ലീഗൽ പ്രൊസീഡിങ്സ്, ത്രൂ ലീഗൽ പ്രൊസീഡിങ്സ് ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ്. മീൻസ് കമ്പനീൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ്? കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതല്ലാതെ മെമ്പേഴ്സ് വരികയോ പോവുകയോ മരിക്കുകയോ ജീവിക്കുകയോ റിട്ടയർ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇൻസോൾവെൻ്റ് ആയി പോവുകയോ അതൊന്നും എന്തിനെ എഫക്റ്റ് ചെയ്യില്ല? കമ്പനീൻ്റെ എക്സിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പനി ഈസ് ഹാവിങ് എ പെർപച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് the liability of the members of the company is limited to the extent of the shares, to the extent of the par value of the shares taken by them. Okay, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷെയർ ഹോൾഡർ പർച്ചേസ് ചെയ്തത് 100 ഷെയർസാണ്. ഒരു ഷെയറിൻ്റെ പ്രൈസ് 10 റുപ്പീസാണ്. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും, ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ പേയ്മെൻറ്റ് നടത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ്, ദ ലയബിലിറ്റി ഓഫ് ദി ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഹിയർ ഇൻ ദിസ് കേസ് ദ ഷെയർ ഹോൾഡർ ഈസ് ഹാവിങ് 100 ഷെയർസ് ഓഫ് 10 ഈച്ച്. 1000 റുപ്പിയാണ് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ദ മാക്സിമം ലയബിലിറ്റി ഓഫ് ദാറ്റ് ഷെയർ ഹോൾഡർ. അതുപോലെ ഓരോ ഷെയർ ഹോൾഡറിൻ്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഷെയറിൻ്റെ വാല്യൂ അത്രയാണ്. അപ്പോൾ 10 റുപ്പീസ് ഷെയറിൽ 8 റുപ്പീസ് ഓൾറെഡി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡർ, 2 റുപ്പീസും കൂടെ ഇനി അടയ്ക്കാനുള്ളൂ എങ്കിൽ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി റിമൈനിങ് 2 റുപ്പീസ് പെർ ഷെയർ. റൈറ്റ്? ഫിഫ്ത്ത് വൺ ഈസ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് is possible in case of a public company. Means in case of a public company the shares are freely transferable. നമുക്കറിയാം stock exchanges are there in our country and we are having 2 leading stock exchanges, National Stock Exchange and Bombay Stock Exchange, and these stock exchanges are dealing with the trading of securities or shares. അപ്പോൾ അവിടെ ട്രേഡ് ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന ഷെയർസ് പബ്ലിക് കമ്പനീസിൻ്റെ, ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസാണ്. ഓക്കെ, ആൻഡ് ദ കൺസെൻറ്റ് ഓഫ് ദി കമ്പനി ഈസ് നോട്ട് അറ്റ് ഓൾ റിക്വയർഡ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് shares by any member. Okay, but in the case of a private company the articles restricts the free transferability of shares by the members. Public companies in the case, listed companies in the case, the members can freely transfer the shares to anyone. Right? Sixth one is common seal. A company has no physical existence. Its activities are discharged through the directors and officers. Means
ഡയറക്ടേഴ്സൊക്കെ എന്താണ്, കമ്പനീസിൻ്റെ ഏജൻസ് ആണ്. The common seal with the name and registered office address of the company engraved on it is used as the authentication for all the important documents and contracts executed by the company. Means for entering into a contract, if a company wants to enter into a contract with some other persons, അപ്പോൾ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ, കമ്പനിക്ക് അങ്ങനെ പോയി ചെയ്യാൻ കഴിയില്ല. ദ മെമ്പേഴ്സ്, ദ ഡയറക്ടേഴ്സ് മേ ബി ഡൂയിങ് ദാറ്റ് ആൻഡ് ദേ ആർ യൂസിങ് the seal of the company, the common seal of the company for that transaction, right? Seventh one, a company being a separate legal person can own property in its own name. Similarly, it can contract liability in its own name. The assets of the company belong to the company alone, and the shareholders cannot raise any proprietary rights to these assets. Okay, company is a legal person, so that legal person, separate legal person, the company can enter into a contract in its own name. It can have properties in its own name. Okay, eighth one is capacity to sue and be sued. A company can file suit against a third parties for enforcing its rights. Similarly, a third party can file a suit against the company for breach of any legal duties binding on it. അപ്പോൾ കമ്പനിക്ക് ആരായിട്ടും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കമ്പനിക്ക് സ്വന്തമായിട്ട് അസറ്റ്സ് ഉണ്ടാവാം. കമ്പനിക്ക് ആര് വേണമെങ്കിലും ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം. അതുപോലെ ഇഫ് കമ്പനി ഈസ് വയലേറ്റിംഗ് ഇറ്റ്സ് കോൺട്രാക്ട്, എനിബഡി ക്യാൻ സ്യൂ എഗെയിൻസ്റ്റ്, ഫയൽ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് ദ കമ്പനി ഓൾസോ. സോ capacity to sue and can be sued. Next thing is separation of ownership and management. We know that in a sole proprietary concern, the owner and the manager is the one person. അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ ആയിരിക്കും ഓണർ, അയാൾ തന്നെ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കമ്പനീസിൻ്റെ കേസിൽ ദ ഷെയർ ഹോൾഡേഴ്സ് മേ ബി സ്പ്രെഡ് അലോങ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി country, different parts of the nation. They may be located different parts of the nation, അല്ലെങ്കിൽ different parts of the world. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ, ഓണേഴ്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കമ്പനി മാനേജ് ചെയ്യുന്നത് ആരാണ്? ദറ്റ് ഈസ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദി ഷെയർ ഹോൾഡേഴ്സ് who represent the other shareholders, means who are the representatives of the shareholders, and they manage the day-to-day affairs of the company. Okay, so the ownership and management of the company are two separate things. All the owners cannot go for the management of the company. Only a group of owners, only a group of shareholders, they represent the other shareholders, they will manage the company for everyone. Okay, next one is large amount of capital. Capital എന്ന് പറഞ്ഞാൽ എന്താണ്? The amount invested in the company which is used for the different activities of the company. And we know that in a company there will be large number of shareholders, and these different shareholders are contributing capital to the company, which will make the capital of the company a huge amount. Okay, that huge amount a company can raise and which can be used for the different activities. And last feature is about winding up. Winding up means that is the last stage in the life of a company. It is a proceeding by which a company is dissolved, and the details of winding up in detail that we will discuss later. Company's assets are disposed of, the debts are paid off out of the realized assets, and the surplus, if any, distributed among the members in proportion to their holdings in the company at the time of winding up. Winding up എന്ന് പറയുന്നത് കമ്പനീൻ്റെ ലൈഫിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, സോ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് all the assets are realized, all the assets are sold, disposed of. എന്നിട്ട് അതൊന്ന് റിയലൈസ് ചെയ്യുന്ന ക്യാഷൊക്കെ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇഫ് ദർ ഈസ് എനിത്തിങ് റിമൈനിങ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ് ഓഫ് ദി കമ്പനി ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ ഹോൾഡിംഗ്. സോ വൈൻഡിങ് അപ്പ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് in the life of a company. So these are the different features of a company.
So while discussing the features, you will be very much clear about the meaning of a company. Okay. ഇനി നമ്മൾ what are the different types of companies that we can look now? Companies can be classified on the basis of incorporation, on the basis of liability, on the basis of number of members, on the basis of ownership, or on the basis of control, or on the basis of nationality. Different basisൽ നമുക്ക് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്നത് on the basis of incorporation, how can we classify companies? Okay. So I will just show you the classification of companies on different basis. But different basis different classifications are there. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിഫറെൻറ്റ് ബേസിസ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നുള്ളത് ആദ്യം ഷോ ചെയ്യാം. ടുഡേ വി ഡിസ്കസ് ഓൺലി ദി types of companies on the basis of incorporation only, right? So on the basis of incorporation, companies may be chartered companies, statutory companies, and registered companies. These are the three types of companies on the basis of incorporation. Okay. And on the basis of number of members, this is the classification. Here it is on the basis of liability, all those things that we will discuss later, no? And other forms of companies. Okay. So today we discuss what are the different types of companies on the basis of incorporation. Chartered companies, statutory companies, and registered companies. Three types of companies are there on the basis of incorporation or formation. ഫോർമേഷൻ്റെ ബേസിസിൽ കമ്പനീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3 ടൈപ്സ് ഓഫ് കമ്പനീസ് ആണുള്ളത്. ഒന്ന് ചാർട്ടേഡ് കമ്പനീസ്, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, തേർഡ് വൺ രജിസ്റ്റേർഡ് കമ്പനീസ്. എന്താണ് ഈ ത്രീ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് നോക്കാം. ചാർട്ടേഡ് കമ്പനീസ് മീൻസ് എ കമ്പനി ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ചാർട്ടർ ഇഷ്യൂഡ് ബൈ ദ കിങ് ഓർ ക്വീൻ. Means this is a form of company that could only be formed by the crown. Crown has always had the power to grant charter of incorporation, and it has by this means that chartered companies were formed. ഓക്കെ. ഇപ്പോൾ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര നിങ്ങൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ ചാർട്ടേഡ് കമ്പനി. ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ കമ്പനി ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ചാർട്ടർ ഇഷ്യൂഡ് ബൈ ദ കിങ് ഓർ ക്വീൻ. സെക്കൻഡ് വൺ ഈസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, എ കമ്പനി ഫോംഡ് അണ്ടർ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓർ ആക്ട് പാസ്ഡ് ബൈ the parliament or state legislature is known as a statutory company. Means that is a company incorporated under special statute. Statutory company എന്നുള്ള പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. That is a company incorporated or formed. Incorporated means formed under a special statute. Special statute of the central government ആകാം or state government ആകാം. Okay. The powers and activities of a statutory company is regulated by the provisions of the act under which they are established. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ബേസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുക. ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ചാർട്ടർ ഇഷ്യൂഡ് ബൈ ദി കിങ് ഓർ ക്വീൻ. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പ്, LIC, UTI, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി നീഡ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദീസ് ആർ ദ 2 documents that a company should prepare. And in case of a statutory company, they need not have its own memorandum and articles of association. There is no need of having these 2 documents. And the provisions of Companies Act are also applicable to such companies. എപ്പോഴൊക്കെയാണ് കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഇൻ സോ ഫാർ ആസ് ദ സ്പെഷ്യൽ ആക്ട് ഈസ് സൈലൻറ്റ് or its provisions are inconsistent with those of Companies Act. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ
അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആക്ട് ഇനാക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അല്ലെങ്കിൽ അത് ഫോം ചെയ്തത് അത് ആക്ട് പ്രകാരമാണ്. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഏത് ആക്ട് ബേസ് ചെയ്തിട്ടാണോ ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഫോം ചെയ്തത്, ആ ആക്ട് സൈലൻ്റ് ആയിടത്തൊക്കെ കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആണ്, കമ്പനീസ് റെഗുലേഷൻസ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, so that is about statutory companies, and the last one is registered companies, and these are the companies incorporated under the Companies Act 2013 or earlier acts. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് റെഗുലേഷൻസ് 2013 ബേസ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഫോം ചെയ്ത കമ്പനീസ് ആകാം, അല്ലെങ്കിൽ ഏർലിയർ കമ്പനീസ് ആക്ട് ബേസ് ചെയ്തിട്ട് ഫോം ചെയ്ത കമ്പനീസ് ആകാം. മീൻസ് ദെയർ പവേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ റെഗുലേറ്റഡ് ബൈ their own memorandum and articles of association subject to the provisions of Companies Act. Means companies will prepare articles and a memorandum of association. While preparing that documents, they have to adhere to the provisions of Companies Acts. And this is a common method of incorporating companies, and registered companies may be further classified into public companies and private companies. So what is meant by a public company and private company, that we will discuss later. So these are the different types of companies on the basis of incorporation or formation. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കമ്പനീൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പറഞ്ഞു, കമ്പനീൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ പല ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലൊരു ബേസാണ് നമ്മളിന്ന് നോക്കിയത്. ഫോർമേഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ്റെ ബേസിസിൽ കമ്പനീസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ചാർട്ടേഡ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഓക്കെ, ഹൗ ഇറ്റ് ഈസ് ക്ലിയർ?